പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടത്തോലയ്ക്ക് സമീപം മൂലേവളവിലാണ്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഇവിടെ ഒരു അപകടം നടന്നു. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇത് വെട്ടത്തോല മൂലേവളവ്. ഈ വളവിന് മിക്ക ദിവസങ്ങളിലും ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി സംഭവിച്ചതാണ്. കൈതേപ്പാലം ഭാഗത്തുനിന്ന് വന്ന കാറാണ്. കിളിരൂർ സ്വദേശികളാണ് വണ്ടിയുടെ ഉടമയെന്നാണ് പറഞ്ഞത്. ഒരാൾ പുതുപ്പള്ളി ആറാട്ടുകരയുള്ളതാണ്. 2 പേരായിരുന്നു കാറിനകത്ത് ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കും കാര്യങ്ങളൊന്നുമില്ല. വാഹനത്തിൻ്റെ എയർ ബാഗൊക്കെ ചാടിയിട്ടുണ്ട്. അപ്പം ഈ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് വീടിന് വെളിയിൽ പോലും ഇറങ്ങാൻ മേലാത്തൊരവസ്ഥയിലാണ് ഈ കാറ്. ഇതെങ്ങനെ കാറ് വന്ന് കയറിയെന്ന് തന്നെ നമ്മൾ അന്തം വിട്ടുപോകും. കാരണം മെയിൻ റോഡിൽ പോകുന്നവരാരും മിക്കവരും ഈ അപകടം അറിയുന്നില്ല. കാരണം ഇങ്ങനെ കാറ് ഒതുക്കിയിട്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. മതിലെല്ലാം കളഞ്ഞിട്ടുണ്ട്. മതിലും ഗേറ്റും പോയിട്ടുണ്ട്. ഇത് കല്ലറയ്ക്കലെ വീടാണ്. സ്കോഡയുടെ പുതിയ കാറാണ്. അതുകൊണ്ട് വാഹനത്തിൻ്റെ ഉടമയെ സംബന്ധിച്ച് ഫുൾ കവർ ഇൻഷുറൻസ് കിട്ടും. വീട്ടുകാരുടെ കാര്യമാണ് അത്. ഇനിയും രാവിലെ അവർ വന്ന് സംസാരിച്ച് തീരുമാനമാകുമായിരിക്കും. പോലീസൊക്കെ രാത്രി തന്നെ അപകടം അറിഞ്ഞുകൊണ്ട് പോലീസ് വന്നായിരുന്നു. വളവ് തിരിഞ്ഞ് വന്നപ്പം ബൈക്കുകാരെ തട്ടാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചതെന്നാണ് കാറുകാർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നല്ല ആക്സിഡന്റ് തന്നെയാണ്. ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എവിടുത്തുകാരത്? ഇത് എവിടുത്തുകാരത്? കിളിരൂരുള്ളൊരു പാർട്ടിയാണ്. അവന്റെ അഡ്രസ് അങ്ങനെയാണ്. ഒരാളുള്ളായിരുന്നു? രണ്ടു പേരുണ്ട്. അപ്പൊ രണ്ടാമത്തെ ആൾ ഇവിടെ പയ്യപ്പാടിയിലാണ്. ആറാട്ടുകര ഭാഗത്തുള്ള പുള്ളിയുടെ ഈ ഓടിച്ചതിന്റെ ഭാര്യയുടെ ആറാട്ടുകര ഭാഗത്താണ്. അപ്പൊ അവരവിടുന്ന് വന്നതാണ്. ഇവിടുന്ന് ഇങ്ങനെ കൈതപ്പാലം ഭാഗത്തുനിന്ന് വന്നിട്ട് ഇവിടുന്ന് പാളി കയറിയിരിക്കുന്നത്. ഇവിടുന്നാന്ന് അറിയാമല്ലോ, മഴയല്ലേ. ഏതോ ഒരു ബൈക്കുകാരെ ഇടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് വെട്ടിച്ചെന്നാ പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് സംഭവം. ഇതിപ്പം പിന്നെ അവരെന്നാ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അറിയാൻ പറ്റില്ല. ഇന്ന് രാവിലെ വരാന്നാ പറഞ്ഞത്. പോലീസിനെ വിളിച്ചായിരുന്നു. പോലീസ് വന്നായിരുന്നു. അപ്പം പോലീസ് പറഞ്ഞ അവരുമായിട്ട് രാവിലെ സംസാരിച്ച് ഡീൽ ചെയ്യും. അല്ലെങ്കിൽ കേസിന് അല്ലെങ്കിൽ കേസിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അവർക്കാർക്കും പരിക്കൊന്നുമില്ല അല്ലേ? ഇതിന് പരിക്കൊന്നുമില്ല. ഇതിനകത്ത് എയർ ബാഗ് ഉണ്ട്. അപ്പൊ എയർ ബാഗ് പൊട്ടിയതുകൊണ്ട് മതിലും ഗേറ്റ് പോയി. ഗേറ്റ് ആ സാപ്പീസ് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്.